ബിഗ് ബ്രേക്കിംഗ് നൗ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസു അറസ്റ്റിലായിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സായ്കുമാർ നമുക്കൊപ്പം. സായ്കുമാർ, ചോദ്യം ചെയ്യലിൽ കൂടെ ഇരുത്തിക്കൊണ്ടുള്ള വിവരം തേടലിൽ എല്ലാം എൻ വാസുവിലേക്ക് ഈ അന്വേഷണം കൃത്യമായി എത്തുകയായിരുന്നു. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും സുജ, ഏറ്റവും നിർണായകമായി സ്വർണ്ണപ്പാളി കേസിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം SIT എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എൻ വാസു, മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ, ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഈ വിവരം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. എൻ വാസുവിനെ അന്വേഷണ സംഘം നോട്ടമിട്ടിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്ന വിവരങ്ങളാണ്. 2 തവണ എൻ വാസുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് തൃപ്തികരമായൊരു മറുപടിയല്ല വാസുവിൽ നിന്ന് ലഭിച്ചത് എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. പക്ഷേ എൻ വാസു എന്ന ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ബലമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പിന്തുണയുള്ള ഒരാളിലേക്ക് ഈ അറസ്റ്റ് എത്തുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഈ നിർണായക സമയത്ത് തന്നെ എൻ വാസുവിനെ പോലെ ഏറ്റവും മുതിർന്ന ഒരാളിലേക്ക് എത്തുകയാണ്. തെരഞ്ഞെടുപ്പിൽ UDF ഈ വിഷയം ഉയർത്തും, BJP ഈ വിഷയം ഉയർത്തും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ അറസ്റ്റിലേക്ക് ഇപ്പോൾ ഉടനെ തന്നെ കടന്നിരിക്കുന്നത് എന്ന് വേണോ കരുതാൻ? ഹരിമോഹൻ. റഹീസ് റഷീദാണ് നമുക്കൊപ്പം ഉള്ളത്. റഹീസ് റഷീദ്, എൻ വാസുവിന്റെ അറസ്റ്റ് എത്രത്തോളം നിർണായകമാണ്? ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് എന്ന് എൻ വാസുവിന്റെ അറസ്റ്റ് പറയണം. കാരണം എൻ വാസു ദേവസ്വം ബോർഡിലെ ഒരു ജീവനക്കാരൻ മാത്രമായിരുന്നില്ല. ദേവസ്വം ബോർഡിന്റെ LDF ഭരണസമിതി നിയോഗിച്ച, ഈ സർക്കാർ നിയോഗിച്ച ഒരു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു. രാഷ്ട്രീയ നിയമനം കിട്ടിയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എൻ വാസു. എൻ വാസുവിനെതിരെ തുടക്കത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് അന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ദേവസ്വം കമ്മീഷണറായിരുന്ന സമയത്ത് കട്ടിളപ്പാളി സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകുന്ന കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയത് വാസുവാണ് എന്നതായിരുന്നു ദേവസ്വം വിജിലൻസ് അന്ന് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SIT ഇട്ട 2 FIRൽ രണ്ടാമത്തെ FIRൽ 3-ാം പ്രതിയായി അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനെ അതിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിനകത്ത് സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് അത് ചെമ്പാക്കിയതിൽ, അതായത് മുരാരി ബാബു ദ്വാരപാലക ശില്പം എങ്ങനെയാണോ സ്വർണത്തെ ചെമ്പാക്കിയത്, ആ തരത്തിൽ സ്വർണത്തെ, കട്ടിളപ്പാളിയിലെ സ്വർണത്തെ ചെമ്പാക്കുന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാത്ത തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്വർണ്ണക്കടത്തുകാരന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവാണ്. പിന്നീട് എൻ വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആകുന്ന സമയത്താണ് ഏതാണ്ട് ബാക്കി വന്ന 2.5 കിലോളം സ്വർണം കൂടി കൊണ്ടുപോകുന്നതിനുള്ള നീക്കം നടത്തിയത്. അതിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിന് അന്ന് ഇമെയിൽ അയക്കുന്നത്. ബാക്കി വന്ന കട്ടിളപ്പാളിയിൽ നിന്ന് ബാക്കി വന്ന സ്വർണം ചില പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്ന ആവശ്യത്തിലേക്ക് എടുക്കട്ടെ എന്ന് ഇമെയിൽ അയച്ചതും പോറ്റി അയച്ചത് പോറ്റിയുടെ സ്വന്തം തീരുമാനപ്രകാരമല്ല. അത് ദേവസ്വം ബോർഡിലുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ അന്ന് പ്രധാനപ്പെട്ട പദവിയിലുള്ള ആ സമയത്ത് ഈ കട്ടിളപ്പാളി സ്വർണം മോഷണം പോകുന്ന, അവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് വാസു ദേവസ്വം കമ്മീഷണറും പിന്നീട് ആ സ്വർണം മറ്റാവശ്യത്തിന് ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ അയക്കുന്ന സമയത്ത് വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാണ്. ആദ്യമുണ്ടായ ആ ഇടപാടിന്റെ തുടർച്ചയാണ് രണ്ടാമത് ഉണ്ടായത് എന്നാണ് SIT കണ്ടെത്തിയത്. SIT ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥന്റെ പങ്ക് കൃത്യമായി തന്നെ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. ഈ കേസിൽ, ഈ സ്വർണ്ണക്കൊള്ള കേസിലെ ഏറ്റവും വഴിത്തിരിവാകുന്ന ഒരു രാഷ്ട്രീയ നിയമനത്തിലേക്ക് കടക്കുന്നു അറസ്റ്റ് എന്നത് CPIM-നെ സംബന്ധിച്ച് ഈ ഘട്ടം എന്ന് പറയുന്നത് തുടർച്ചയായ 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അറസ്റ്റിലായിരിക്കുന്നത്.